ഹായ് അസ്സലാമു അലൈക്കും മക്കളെ, എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ല? അൽഹംദുലില്ലാ, എനിക്ക് സുഖമാണ്. അപ്പോൾ നമ്മളുണ്ടല്ലോ ഇന്ന് വന്നിരിക്കുന്നത്, ഇന്ന് ഞാൻ രാവിലെ എന്താട്ടിന്ന് ഇവിടെ ഈ സോറി ഫിഷിൻ്റെ മക്ബൂസ വെച്ചിട്ട്. അപ്പോൾ ഞാൻ എന്താട്ടി, ഞാനത് എങ്ങനെ കഴിക്കാറില്ല. പക്ഷേ അപ്പോൾ നമ്മളെ നാട്ടിലത്തെ തക്കാളി ഇല്ല, അതുകൊണ്ട് ചട്ടിനി ഉണ്ടാക്കിയിട്ട് ഇവിടെ ഞാനെന്താട്ടി, കുറച്ച് ആൾക്കാർ ഇവിടെ മീൻ കഴിക്കില്ല, അപ്പോൾ അവർക്ക് നമ്മൾ സാധാ വെറുംചോറും വെച്ച്, എനിക്കും അതന്നെ കേട്ടോ. അപ്പോൾ ഞാനതങ്ങനെ വെച്ച് ഞാൻ അപ്പുറത്തേക്ക് വേറെ എന്തോ ജോലിക്ക് പോയി വന്നപ്പോഴത്തേന് ജോലിക്ക് പോയി അവിടെ എടുത്ത് വെച്ചിട്ട് അതിൽ ഇവരെന്താട്ടിക്കണു അങ്ങോട്ട് എടുത്താണ് കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇവർ വേണമെന്നൊരു ചോദ്യമൊന്നുമില്ല കേട്ടോ. നമ്മളിത് ആഗ്രഹിച്ച് മോഹിച്ചുണ്ടാക്കി വെച്ചതാണ്. ഞാൻ ചോറുന്നാകാൻ നോക്കുമ്പോൾ ഒരു സാധനമില്ല. അപ്പോൾ എന്താ റൈഹാനോ ടേസ്റ്റി അറിഞ്ഞിട്ടേ ഒക്കെ പാടാൻ കൂടിയിട്ടേ. അപ്പോൾ ഇവർക്ക് ഇങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. എന്നാൽ നമ്മൾ വിചാരിച്ചും ഈ അറബികളൊന്നും കഴിക്കൂല. എന്നാൽ നമ്മൾ എന്ത് വെച്ചുണ്ടാക്കി കൊടുത്താലും അറബികളായിക്കോട്ടെ പിന്നെ കുറച്ച് കഴിക്കൽ ബേക്കൊക്കെ മാമാട്ട്. അതിന് എരിയും അല്ലാതൊന്നും പറ്റൂല. ഇവർക്കിപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ വന്നിട്ട് എരിയൊക്കെ ഇട്ട് കൊടുത്ത് ശീലാക്കി കൊടുത്തിട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എരിയൊക്കെ കൂട്ടണമുണ്ട്. ഓവറില്ല, എന്നാലും കുറച്ചൊരു മട്ടത്തിലൊക്കെ ഞാൻ ഇട്ട് കൊടുക്കും കേട്ടോ. പക്ഷേ കാരണം നമുക്ക് കൂടി കഴിക്കുമ്പോൾ നമ്മൾ കുറച്ച് എരിയും പുളിയൊക്കെ അതിൽ കഴിക്കണ്ടേ. അപ്പം ഇങ്ങോട്ട് ഇനി നാളെ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പം എന്നോട് വല്ലാത്തൊരു മലക്കായിപ്പത്. ഞാൻ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിയാൽ പിന്നെ പിറ്റേ ദിവസം നിർബന്ധമാണ്. എനിക്ക് നമ്മളതായ ഒരു ശൈലിയിൽ കുറച്ച് സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി വെക്കും. അപ്പോൾ അത് ഓല് വന്നെടുത്ത് കഴിച്ചു. ഞാൻ ഇവരൊന്നും കഴിക്കൂല വിചാരിച്ച്. ഇവരൊക്കെ ഇപ്പോൾ നമ്മൾ സാധാ ലോക്കൽ ചട്ടിനൊക്കെ തിന്ന് വിചാരിച്ചിട്ടേ, നമുക്കൊക്കെ പിന്നെ അത് സ്കൂളിൽ പോണ കാലം മുതൽക്ക് തിന്നുകൊണ്ട് നമുക്കൊക്കെ ശീലമാണ്. ഇവരിങ്ങനെ തന്നെ. ഞാൻ എന്തുണ്ടാക്കിയെടുത്ത് വെച്ചാലും അതുപോലെ എടുത്ത് തിന്നും. അപ്പം അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായി എന്നറിയ. അത് പെണ്ണുങ്ങൾ മാത്രമല്ലേ, അറബികളും തിന്നും. ഞാനൊരു ദിവസം ഇതുപോലെ നമ്മളെ വെണ്ടയ്ക്കല്ലേ, അന്ന് ഇതുപോലെ വെണ്ടയ്ക്ക കൊടുന്നപ്പോൾ ഞാൻ എന്താട്ടി, ഫസ്റ്റ് ദിവസം ഞാൻ ഇതുപോലെ വാട്ടി കൊടുത്തപ്പോൾ പിന്നെ അന്ന് ഫുള്ളും കഴിച്ചു. പിന്നെ ഒരു ദിവസം ഞാനിതുപോലെ അവർ ചോറിന് കഴിക്കൂല കേട്ടോ. അവർ ചപ്പാത്തിക്കൊക്കെ വെണ്ടയ്ക്ക ഉപ്പേരി വെച്ചാൽ ഒക്കെ ചപ്പാത്തിയൊക്കെ അത് കൂട്ടി കഴിക്കും. അപ്പോൾ ഞാൻ അന്ന് അതുപോലെ ഉണ്ടാക്കി വെച്ചതന്നെ അത് കാലിയാക്കി. അത് വൈകുന്നേരം എനിക്ക് ചോറിനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ ചപ്പാത്തിയല്ലേ കുബൂസ്, അപ്പോൾ ഓരെ കഴിക്കുമ്പോൾ എന്നാൽ എനിക്ക് ഇതാക്കി വെച്ചിട്ട് അങ്ങനത്തെ ഒരു സംഭവം ആട്ടോ. ഇവരെല്ലാതും കഴിക്കും. ഇവർക്ക് ഇതിനെക്കുറിച്ച് അറിയായിട്ടാണ് തോന്നുന്നുണ്ട്. ഇവർ ഈ ചിക്കൻ മട്ടൻ കടന്ന് കെട്ടി മറിഞ്ഞിട്ടേ ഇവർക്ക് ഈ പച്ചക്കറിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സംഭവം ഇവർ കഴിച്ച് ശീലമില്ലായിട്ടാണ് തോന്നുന്നുണ്ട്. എന്നാൽ പിന്നെ കഴിക്കാത്ത പോലെ നമ്മളുണ്ടാക്കിയെന്ന് ഞാൻ എന്ത് ഉണ്ടാക്കി വെച്ചാലും അത് കഴിക്കണമുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങളൊന്നും അങ്ങനെയൊന്നും ഉണ്ടാക്കി ശീലമില്ലായിട്ടാക്കാരം. അല്ല അപ്പം എന്താ പറയുക. അതേപോലെ നമ്മളെ പപ്പടമല്ലേ, അത് ഞാൻ ഇവിടെ പഠിപ്പിച്ചു കേട്ടോ. ഇവിടെ മലയാളികളെ കട ഉണ്ട്. അപ്പോൾ ഒരു ദിവസം ഇതുപോലെ ഞാൻ വന്നപ്പോൾ അവരോട് ചോദിച്ചു പപ്പടം ഉണ്ടോ ഇവിടെ ചോദിച്ചു. അപ്പോൾ ഒരു പാക്കറ്റ് കൊടുത്തയച്ചിട്ട് എനിക്കറിയാം. അപ്പോൾ എത്രയാണ് വേണ്ടത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു പാക്കറ്റ് മതി പറഞ്ഞപ്പോൾ ഒരു പാക്കറ്റ് പിന്നെ ഇങ്ങോട്ട് കൊടുത്തയച്ചു. ഒരു സാധനം കൊടുന്നേരാൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അപ്പോൾ തന്നെ കൊടുന്നു. ഞാനത് പകുതിയെ പൊരിച്ചോളൂ കേട്ടോ. പിന്നെ ഇവരൊന്നും കൂട്ടൂല വിചാരിച്ചിട്ട് അതും അതേപോലെ തന്നെ കേട്ടോ. പിന്നെ ഞാൻ രണ്ടാമത് പൊരിക്കേണ്ടി വന്നു. ഇപ്പോൾ ദിവസം ഇവിടെ പപ്പടം വേണം. പപ്പടം എന്ന് പറയില്ല, റൈഹാന കുബൂസ്. ഈ വട്ടത്തിൽ എന്ത് സാധനം കണ്ടോ ഒക്കെ കുബൂസാട്ടോ. ചപ്പാത്തി കുബൂസാണ്, പൂരി കുബൂസാണ്, അതുപോലെ പൊറാട്ട കുബൂസാണ്, പപ്പട കുബൂസാണ്, ഒക്കെ കുബൂസാണ് ഇവിടെ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് കുബൂസ് എന്നല്ലത് പപ്പടമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ പപ്പളം എന്നറിയും. ഇടം എന്നണ്ട് അറിയില്ല, ഇളം എന്നേ പറയുള്ളൂ കേട്ടോ. എന്നാലും വേണ്ടിയില്ല, ഒരാൾക്കേ അതറിയുള്ളൂ കേട്ടോ. മറ്റേലൊക്കെ കുബൂസ് സഹീർ കുബൂസ് അറിയും. മാമ തന്നെ പറയുള്ളൂ. അപ്പോൾ അത് ശീലമായി അവർക്ക് കേട്ടോ. അപ്പോൾ ദിവസം ഉച്ചക്ക് ചോറിനുമ്പോൾ പപ്പടം നിർബന്ധമാണ് ഇവിടെ. അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്ന് നമ്മളെ കേരളത്തിലത്തെ
ഞാൻ പോകുമ്പോഴത്തേനും ഇവിടെ ഫുള്ള് കേരള ഫുഡ് തൊട്ട് ഓരങ്ങോട്ട് പഠിച്ചിട്ട് എന്നിട്ട് ഒലിഞ്ഞ് ഒറ്റയ്ക്ക് ഉണ്ടാക്കി തിന്നിട്ടല്ലേ. അല്ലാതെ ഇപ്പം എന്താ നമുക്കിപ്പോൾ എന്താ കാട്ടാൻ കഴിയുന്നത്? നമുക്കിങ്ങനെ ഓരോന്ന് പഠിപ്പിച്ച് എനിക്ക് ഓരോന്ന് ആഗ്രഹം വരുമ്പോൾ ഞാൻ ഓരോട് എന്ത് പറഞ്ഞാലും പിന്നെ മേടിച്ച് കൊടുന്നേരും കേട്ടോ. പീഡിയക്കാരനോട് നമ്മളോട് വിളിച്ച് പറയാൻ പറയും. ഞാൻ ഓർക്കറിയില്ലല്ലോ, നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. അപ്പോൾ ഒരു വിളിച്ച് തരും. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ നമ്മൾ പറഞ്ഞാൽ മതി. അപ്പം ഞാനിത് കൊടുന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയാൽ നീങ്ങാൻ പറ്റൂല, അപ്പത്തിന് ഓലെടുത്ത് തിന്നു. അങ്ങനത്തെ കുറച്ച് പണിയാണ് ഇവിടെ. അല്ലെങ്കിൽ പിന്നെ നമ്മളെവിടെയെങ്കിലും കൊണ്ടുപോയി എടുത്തേക്കണം. അതൊക്കെ തീരെ മോശമല്ലേ. അപ്പം എല്ലാതും തിന്നു ഇവിടുത്തവർ. എന്തായാലും നാളെ ഇനി ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ് തക്കാളി ചട്ടിനി പറഞ്ഞിട്ട്. എങ്ങനെയുണ്ട്? പഠിച്ചട്ടല്ലേ കുട്ടികൾ, പഠിച്ചട്ടെ, തിന്ന് പഠിച്ചട്ടെ. അപ്പം ഒറ്റക്കൊക്കെ തിന്നു കേട്ടോ. നമ്മളിങ്ങനെ തിന്നൂല, ഓൽക്കൊന്നും പറ്റൂല, അറബികളൊന്നും തിന്നൂല എന്നൊക്കെ ഇങ്ങനെ വെറുതെ പറയണേ. ഓല് നമ്മളെ മരിക്കന്നെ ഇങ്ങോട്ട് അടിച്ചാത്തൊക്കെ അങ്ങോട്ടും കടിച്ചു. നമ്മൾ ഓരോന്ന് പഠിപ്പിച്ചു കൊടുത്താൽ അത് നമ്മൾ അതോല് തിന്നുന്നു. നമ്മൾ എന്താ ഇപ്പം ഉണ്ടാക്കണേന്ന് ഓലോട് ചോദിച്ചൊന്നുമില്ല. ഓല് നമ്മൾ രാവിലെ എന്താണ് ഇഷ്ടം ഒരു ദിവസം ഇതുപോലെ ഞാൻ ഇതുണ്ടാക്കിയത് ഫ്രൈഡ് റൈസും പിന്നെ കുറുമ ഉണ്ടാക്കിയിട്ട ചിക്കൻ കുറുമ. അത് 2 ദിവസം ഫ്രിഡ്ജിൽ വെച്ച് അറബി തിന്നിക്കുന്നു ഒരാൾ കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി കൊടുക്കണൊക്കെ ഇഷ്ടമാട്ടോ. ഇങ്ങനെ ഫ്രിഡ്ജിലൊക്കെ ഓവന് ചൂടാക്കി എടുക്കും തിന്നു. അങ്ങനെയൊക്കെ ചിലർ പിറ്റേദിവസം തിന്നൂല. 2 ആൾ മാത്രമേ പിറ്റേദിവസത്തെയും പിന്നെ തലേ ദിവസത്തെ ഫുഡ് കഴിക്കണ ആൾക്കാർ. കളയാനൊന്നും അയക്കൂല, ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ കുടിച്ചിക്കണമല്ല, നല്ല ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ ഉണ്ടാക്കി കൊടുക്കാത്ത കേടുള്ളൂ. അപ്പം ഇങ്ങനെയൊക്കെയാണ്. അപ്പം ഇന്നെന്ത് എൻ്റെ തക്കാളി ചട്ടിനി പോയി എന്നാണ് പറയും. പിന്നെ ഞാൻ അവിടെ തിന്നട്ടോല് നാളെ കുറച്ചധികം ഉണ്ടാക്കി കൊടുക്കണം. തിന്നങ്ങോട്ട് മടുക്കട്ടോൽക്ക്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഇവിടുത്തെ ഓരോരോ വിശേഷങ്ങൾ ഇങ്ങനെ പറയാം. ഒരു രസമല്ലേ അല്ലേ? അപ്പം ഇത്രേ ഉള്ളൂ. ആയിക്കോട്ടെ. അപ്പം അസ്സലാമു അലൈക്കും. ബൈ.